ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യ ശരീരം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് സബ് കണ്ടന്റുകളാണുള്ളത്. അതായത് നാഡീ വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ, അതേപോലെ തന്നെ പേശി വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ, ഇന്ദ്രിയങ്ങള്, അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ശരീര അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, അല്ല, ഇത്രയും കാര്യങ്ങൾ വരുന്ന വലിയൊരു ഏരിയ ആണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. കാരണം ഇത്രയും വലിയ ഏരിയ നമുക്ക് പഠിച്ചു തീർക്കാനും, അതായത് നമുക്ക് 2-3 മാർക്ക് എടുത്ത് മാത്രമേ മനുഷ്യ ശരീരത്തിൽ നിന്ന് ചോദ്യം വരികയുള്ളൂ. മാക്സിമം പോയ 2 മാർക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ 2 മാർക്ക് വിലപ്പെട്ടതാണ്. ആ 2 മാർക്കിന് വേണ്ടി ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ മനുഷ്യ ശരീരത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാം. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഏറ്റവും ആവശ്യമായിട്ടുള്ള SCRT ബേസ് ചെയ്തുള്ള എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ള കുറച്ച് കണ്ടന്റുകളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. ശരി, ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമുക്കറിയാം നമ്മുടെ രക്തം, അല്ലെ, നമ്മുടെ രക്തം എന്ന് പറയുന്നത് എന്താണ്? ഒരു യോജക കലകളാണെന്ന് നമുക്കറിയാം, അല്ലെ. ഒരു യോജക കലകൾ പരസ്പരം യോജിപ്പിക്കുകയും താങ്ങായി വർത്തിക്കുകയും ചെയ്യുന്ന കലകളെയാണ് നമ്മൾ യോജക കലകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു യോജക കലയാണ് രക്തം എന്ന് പറയുന്നത്. ആ രക്തത്തിന്റെ കുറച്ച് പോയിന്റുകൾ, കീ പോയിന്റുകൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് RBCയിലെ വർണ്ണകമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. രക്തത്തിലുള്ള ഹീമോഗ്ലോബിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ RBCയിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ മുഖ്യ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഇരുമ്പാണ്. സോ ഇരുമ്പ് മുഖ്യ ഘടകമായിട്ടുള്ള പ്രോട്ടീനാണ് RBCയിൽ കാണപ്പെടുന്ന, റെഡ് ബ്ലഡ് സെൽസിൽ കാണപ്പെടുന്ന, ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്ന എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന RBC ആണല്ലോ. ഇനി ഓരോ RBCയിലും ഏകദേശം 270 ദശലക്ഷത്തോളം ഹീമോഗ്ലോബിൻ തന്മാത്രകളെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അത് വലിയ പോയിന്റ് ഇല്ല. അതേപോലെ തന്നെ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജനെയോ അല്ല എങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡിനെയോ സംവഹനം ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് ഒന്നെങ്കിൽ 4 ഓക്സിജൻ അല്ല എങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡിനെയോ സംവഹനം ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഇനി ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ നോക്കിക്കൊള്ളുക, സ്ത്രീകളിൽ എത്രയാണ്? 12-16 ഗ്രാം ഡെസിലിറ്ററും പുരുഷന്മാരില് 14-18 ഗ്രാം ഡെസിലിറ്ററും ആണെന്ന് മനസ്സിലാക്കുക. അത് വാല്യൂ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ 12-16 ഗ്രാം ഡെസിലിറ്ററും പുരുഷന്മാരിൽ 14-18 ഗ്രാം ഡെസിലിറ്ററും ആണെന്ന് മനസ്സിലാക്കുക. ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് കൂടി മനസ്സിലാക്കാം. അല്ല, എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏരിയ പറഞ്ഞത് എന്താണ്? RBCയിലെ പ്രധാന വർണ്ണകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിന്റെ മേജർ കമ്പോണന്റ് ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുമ്പാണ്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജനെയോ 4 കാർബൺ ഡൈ ഓക്സൈഡിനെയോ സംവഹനം ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ 12-16 ഗ്രാം ഡെസിലിറ്ററും പുരുഷന്മാരിൽ 14-18 ഗ്രാം ഡെസിലിറ്ററുമാണ്. ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? അനീമിയ എന്ന് കൂടി മനസ്സിലാക്കുക. കിട്ടിയല്ലോ? ശരി, ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആണ്. അടുത്തതിൽ നമുക്ക് നോക്കാം. നമ്മുടെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ വെച്ചാണ്, അല്ലെ. വായിലെ പ്രധാന ഘടകം എന്ന് പറയുന്ന പല്ലുകളാണ്. പല്ലുകളിലെ ഇന്റേണൽ സ്ട്രക്ചർ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനാമലിന് ഒരു പ്രത്യേകത ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം, മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനാമലാണ്. പിന്നീട് ഡെന്റൈനെ കുറിച്ച് പറയുന്നുണ്ട്. ഡെന്റൈൻ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെന്റൈൻ ആണ്. പിന്നീട് പൾപ്പ്. ഈ പൾപ്പിലാണ് എന്ത് കാണപ്പെടുന്നത്? രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നത്. രക്തക്കുഴലുകള്, ലിംഫ് വാഹികള്, നാഡീതന്തുക്കള് എന്നിവയെല്ലാം കാണപ്പെടുന്നത് പൾപ്പിലാണ്. അടുത്താണ് സിമന്റം എന്ന് പറയുന്നത്. എന്താണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന
കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമന്റമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. പല്ല് നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമന്റമാണ്. പല്ലിനെ മോണയുടെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് പല്ല് നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. അപ്പൊ നോക്കിക്കൊള്ളുക, പല്ലിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇനാമലും സിമന്റവുമാണ്. പല്ലിൽ തന്നെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൈൻ. പൾപ്പിലേക്ക് വരുമ്പോൾ രക്തക്കുഴലുകളും ലിംഫവാഹികളും കാണപ്പെടുന്നത് പൾപ്പിലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമന്റമാണ്. കിട്ടിയല്ലോ? ശരി. അടുത്തത് നമ്മുടെ കരളുമായിട്ട് ബന്ധപ്പെട്ട, നമുക്കറിയാം ചോദിച്ചിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്വക്കാണെന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്വക്കാണ്, അല്ലെ? ഇനി ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കരൾ, ലിവറാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് ലിവർ. അതേപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും ലിവറാണ്. മനുഷ്യ ശരീരത്തിലെ 2 ലോബുകളുള്ള അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറാണ്. റീജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറാണ്. ഈ ലിവർ സെക്രേറ്റ് ചെയ്യുന്ന ഒരു നോൺ എൻസൈം, ഡൈജഷൻ സഹായിക്കുന്ന, കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു നോൺ എൻസൈം ഉണ്ട്. അതിന്റെ പേര് പഠിച്ചോളുക. അതാണ് പിത്തരസം അല്ലെങ്കിൽ ബൈൽ എന്ന് പറയുന്നത്. പിത്തരസം അല്ലെങ്കിൽ ബൈൽ. ഒരു എക്സാമിന് ചോദിച്ചാൽ കണ്ടോ, എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം. ഈ പിത്തരസം അല്ലെങ്കിൽ ബൈലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എൻസൈമുകളില്ല. അതേതാണ്? ഈ പറയുന്ന പിത്തരസമാണ്. PSC ചോദിച്ച ചോദ്യമാണ്. അപ്പൊ പഠിച്ചോളുക, ഈ ബൈൽ എന്ന് പറയുന്ന ദഹനരസം അത് എൻസൈമുകളില്ല. അത് ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളാണ്, ലിവറാണ്. ഇനി അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഭാഗത്താണ് പിത്താശയം എന്ന ഭാഗത്താണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എടാ, ബൈല് അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ബൈല് അല്ലെങ്കിൽ പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിത്താശയത്തിലാണെന്ന് മനസ്സിലാക്കാം. എവിടെയാണ്? പിത്താശയത്തിലാണെന്ന് മനസ്സിലാക്കുക. കിട്ടിയല്ലോ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ചോദിച്ചതാണ്. ഇപ്പൊ പിത്തരസം അല്ലെങ്കിൽ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്ന കരള്, അത് ശേഖരിച്ചു വെക്കുന്നത് പിത്താശയം. അതിൽ എന്തില്ല? എൻസൈമുകളില്ല. അത് കൊഴുപ്പിന്റെ ഡൈജഷന് സഹായിക്കുന്നു. അടുത്ത നോക്കിക്കൊള്ളുക, ഈ പറയുന്ന മറ്റ് ദഹനരസങ്ങളാണ് പഠിക്കാനുള്ളത്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസം, അതൊന്ന് എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. നമ്മുടെ സലൈവയിലുണ്ട് സലൈവറി അമിലേസ്, അത് അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. അതേപോലെ തന്നെ പാൻക്രിയാറ്റിക് അമിലേസും എന്താണ്? അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. പഠിച്ചു വെച്ചോളുക. അന്നജത്തെ മാൾട്ടോസ് ആക്കുന്ന ദഹനരസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമിലേസുകളാണ്, അല്ലെ? സലൈവറി അമിലേസും വരും, പാൻക്രിയാറ്റിക് അമിലേസും വരും. അതേപോലെ തന്നെ ട്രിപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നു. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നത് ആരാണ്? പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നത് ട്രിപ്സിൻ ആണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ട്രിപ്പ് പോകുന്ന ടൈഡ് ഉള്ള സ്ഥലത്തേക്ക്, തിരമാലകളുള്ള സ്ഥലത്തേക്കാന്ന് ഓർത്താൽ മതി. അപ്പോൾ ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നു. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ട്രിപ്സിൻ ആണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ പാൻക്രിയാറ്റിക് ലിപ്പേസ് പഠിച്ചോളുക. ലിപ്പേസുകളെല്ലാം കൊഴുപ്പിന്റെ ഡൈജഷന് സഹായിക്കുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. പഠിക്കുക എന്താണ്? ആദ്യം പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. 2 ട്രിപ്സിൻ പ്രോട്ടീനെ ട്രിപ്പ് പോകുന്ന എങ്ങോട്ടാ? ടൈഡിലുള്ള സ്ഥലത്തേക്ക് പെപ്റ്റൈഡ് ആക്കുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. കിട്ടിയല്ലോ? കൺസെപ്റ്റുകൾ പഠിച്ചു വെച്ചോളൂ. ദഹനത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡൈജസ്റ്റീവ് ജ്യൂസിലെ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആഗ്നേയരസത്തിലുള്ള ജ്യൂസിന്റെ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത നമുക്ക് നോക്കാം, നമ്മുടെ ഈ പറയുന്ന പേശികളുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ്. നമ്മുടെ ശരീരത്തിൽ 3 തരം പേശികളുണ്ട്. അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. സ്റ്റേറ്റ്മെന്റ് വന്നതാണ്. അസ്ഥിപേശി എവിടെ കാണപ്പെടുന്നു?
അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു, അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു അല്ലെങ്കിൽ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന അസ്ഥിപേശിയാണ്. ഈ അസ്ഥിപേശിയുടെ ആകൃതി കണ്ടോ, ഇതേത് ആകൃതിയാണ്? സിലിണ്ടർ ആകൃതി അല്ലേ? സോ സിലിണ്ടർ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിപേശിയാണ് സിലിണ്ടർ ആകൃതി അല്ലെ. അതേപോലെ കുറുകെ വരകളുണ്ട്, ഇങ്ങനെ കുറുകെ വരകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ രേഖാങ്കിത പേശി എന്ന് വിളിക്കുന്നു. കുറുകെ വരകൾ കാണപ്പെടുന്നു, കുറുകെ വരകൾ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ അതിനെ രേഖാങ്കിത പേശി എന്ന് വിളിക്കുന്നു, രേഖാങ്കിത പേശി. അതേപോലെ ഏത് ചലനം സാധ്യമാക്കുന്നു? ഐച്ഛിക ചലനം സാധ്യമാക്കുന്നു അല്ലെ. ഐച്ഛിക ചലനം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചലനമാണ്. പത്രത്തിൽ ഐച്ഛിക ചലനം സാധ്യമാക്കുന്നത് ഈ പറയുന്ന അസ്ഥിപേശിയാണ്. അപ്പൊ അസ്ഥിപേശിയുടെ 4 പോയിന്റുകൾ പറഞ്ഞ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് അസ്ഥിയുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. ആകൃതി എന്താ? സിലിണ്ടർ ആകൃതിയാണ് ഉള്ളത് അല്ലെ. ഇനി കുറുകെ വരകളുണ്ട്, വരകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ രേഖാങ്കിത പേശി എന്ന് വിളിക്കുന്നു. ഏത് തരം ചലനങ്ങള്? ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഏതാണ്? ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അടുത്ത നോക്കിക്കൊള്ളുക, മിനുസപേശി അല്ലെങ്കിൽ രേഖാശൂന്യപേശി. ഈ മിനുസപേശി കാണപ്പെടുന്നത് ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും മിനുസപേശി കാണപ്പെടുന്നുണ്ട്. അതിന്റെ ആകൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാകൃതിയാണ്? സ്പിൻഡിൽ ആകൃതിയാണുള്ളത്. ആകൃതി ഏതാണ്? സ്പിൻഡിൽ ആകൃതിയാണുള്ളത്. അവിടെ എന്തില്ല? കുറുകെ വരകളില്ല. വരകളില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ രേഖാശൂന്യപേശി എന്ന് വിളിക്കുന്നു. വരകളില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ രേഖാശൂന്യപേശി എന്ന് വിളിക്കുന്നു. ഏത് തരം ചലനങ്ങൾ സാധ്യമാക്കുന്നു? അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു അല്ല, ഇച്ഛയ്ക്ക് അനുസരണമല്ലാത്ത, അതായത് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത, എന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല, എന്റെ രക്തക്കുഴലുകളിലൂടെയുള്ള രക്തഒഴുക്ക് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അത്തരത്തില് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചലനങ്ങളാണ് അനൈച്ഛിക ചലനങ്ങൾ. അത് സാധ്യമാക്കുന്ന പേശി മിനുസപേശി. കിട്ടിയല്ലോ. അപ്പൊ മിനുസപേശിയുമായിട്ട് ബന്ധപ്പെട്ട് ആന്തരാവയവങ്ങൾ കാണപ്പെടുന്നു. ആകൃതി എന്താ? ഇത്തരത്തിൽ 2 വശങ്ങളും കൂർത്തിരിക്കുന്ന ആകൃതി. ആ ആകൃതി വിളിക്കുന്ന പേര് സ്പിൻഡിൽ ആകൃതി. സ്പിൻഡിൽ ആകൃതി. കുറുകെ വരകളില്ല, വരകളില്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ രേഖാശൂന്യപേശി എന്ന് വിളിക്കുന്നു. ഏത് തരം ചലനം സാധ്യമാക്കുന്നു? അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഏതാണ്? അനൈച്ഛിക ചലനം. അടുത്താണ് ഹൃദയപേശി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഹൃദയ ഭിത്തിയിൽ കാണപ്പെടുന്നു അല്ലെ. ശാഖ ഉപശാഖകളായിട്ട് പിരിഞ്ഞു കാണപ്പെടുന്നു. കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് ഹൃദയപേശിയിൽ. കണ്ടോ, കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു. ഏത് തരം? അനൈച്ഛിക ചലനം. ഹൃദയത്തിന്റെ ചലനം നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അത് അനൈച്ഛിക ചലനമാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ചോദ്യം PSC ചോദിച്ചതാണ്. PSC സ്റ്റേറ്റ്മെന്റ് ചോദ്യം ചോദിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നോക്കിക്കൊള്ളുക, അസ്ഥിപേശി ആകൃതി എന്താണ്? സിലിണ്ടർ ആകൃതി. ഏത് തരം ചലനം? ഐച്ഛിക ചലനം അല്ലെ. എനിക്ക് ചാടാം, ഓടാം. അപ്പൊ അതിൽ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ചലനമാണ് ഐച്ഛിക ചലനം. മിനുസപേശി ആകൃതി എന്താ? സ്പിൻഡിൽ ആകൃതി. ഏത് തരം ചലനം? അനൈച്ഛിക ചലനം. കുറുകെ വരയുണ്ടോ? വരകളില്ല. അതുകൊണ്ട് തന്നെ രേഖാശൂന്യപേശി എന്ന് വിളിക്കുന്നു. ഹൃദയപേശി ഏത് തരം ചലനം? അനൈച്ഛിക ചലനമാണ്. ശാഖ ഉപശാഖകളായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. എവിടെ കാണപ്പെടുന്നു? ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. വളരെ ക്ലിയർ ആയിട്ട് ഈ കൺസെപ്റ്റുകളെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കൊള്ളുക, ഇത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് അല്ലെ. ഏതൊക്കെയാണ് കണ്ണിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിമിരമാണ്. എന്താണ് തിമിരം? നമ്മുടെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ്. ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയെ തിമിരം എന്ന് വിളിക്കുന്നു. നമ്മുടെ ലെൻസ്, കണ്ണിന്റെ ലെൻസ് ഉണ്ടല്ലോ, ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസ്. ആ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ലെൻസ് അധാര്യമാകുന്ന അവസ്ഥ തിമിരം. ഗ്ലോക്കോമ കണ്ണിലുള്ള ഒരു ദ്രാവകമാണ് അക്വസ് ദ്രാവകം. ഈ അക്വസ് ദ്രാവകത്തിന്റെ പുനരാഗീരണം തടസ്സപ്പെടുന്നത് മൂലം മർദ്ദം കൂടി നേത്രനാഡി തകരാറിലാകും. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം തടസ്സപ്പെടുന്നത് മൂലം പ്രഷർ കൂടി നേത്രനാഡി തകരാറിലാകുന്ന രോഗത്തെ വിളിക്കുന്ന പേര് ഗ്ലോക്കോമ. ഇമ്പോർട്ടന്റ് ആണ്. ചെങ്കണ്ണ് എന്ന് വെച്ചാൽ എന്താണ്? നേത്രാവരണത്തിലെ അണുബാധ. ചെങ്കണ്ണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേത്രാവരണത്തിലെ അണുബാധയെ വിളിക്കുന്ന പേര് ചെങ്കണ്ണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി, അത് ആക്ച്വലി പ്രമേഹ നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥയാണ് ഈ പറയുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. നിശാന്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ്. അന്ധത എന്ന് പറയുന്നത് കാഴ്ചയില്ലാത്ത അവസ്ഥ. അപ്പൊ നിശാന്തത എന്ന് പറയുമ്പോൾ വിറ്റാമിൻ എയുടെ കുറവ് മൂലം രാത്രി കാഴ്ചയില്ലാത്ത അവസ്ഥ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം രാത്രി കാഴ്ചയില്ലാത്ത അവസ്ഥയാണ് നിശാന്തത. ഇനി സിറോഫ്താൽമി എന്താണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്തതയും
വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള ദീർഘകാലത്തെ അഭാവം മൂലം കോർണിയ അധാര്യമാകുന്നു. കോർണിയ അധാര്യമാകുന്നതിന് സിറോഫ്താൽമിയ. ലെൻസ് അധാര്യമാകുന്നത് തിമിരം. പഠിച്ചു വെച്ചോളുക. ലെൻസ് അധാര്യമാകുന്നത് തിമിരവും കോർണിയ അധാര്യമാകുന്നത് സിറോഫ്താൽമിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം തിമിരം എന്ന് പറഞ്ഞാൽ ലെൻസ് അധാര്യമാകുന്നു. ഗ്ലോക്കോമ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണവുമായിട്ട് ബന്ധപ്പെട്ട് നേത്രനാടി തകരാറിലാകും. ചെങ്കണ്ണ് അണുബാധ, നേത്രാവരണത്തിൽ ഉണ്ടാകുന്ന അണുബാധ. ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രമേഹ നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥയാണ്. നിശാന്തത, നിശയിൽ അന്ധത, വിറ്റാമിൻ എയുടെ കുറവ് മൂലം കാഴ്ചശക്തി ഇല്ലാത്ത അവസ്ഥ, രാത്രിയിൽ കാഴ്ചശക്തി ഇല്ലാത്ത അവസ്ഥ. സിറോഫ്താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം കോർണിയ അധാര്യമാകുന്നത് ഏതാണ്? സിറോഫ്താൽമിയ. പഠിച്ചു വെച്ചോളുക. ലെൻസ് അധാര്യമാകുന്ന തിമിരവും കോർണിയ അധാര്യമാകുന്നത് സിറോഫ്താൽമിയാണ്. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്തത, എന്നാൽ വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം സിറോഫ്താൽമിയ. കിട്ടിയല്ലോ? ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് വെച്ച് പഠിക്കണം. അല്ലാതെ ഹ്യൂമൻ ബോഡി കംപ്ലീറ്റ് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ടൈം പോകും, ടൈം വേസ്റ്റിംഗ് ആണ്. നമ്മൾ 2 മാർക്കിന് വേണ്ടി കംപ്ലീറ്റ് പഠിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് എടുത്ത് പഠിക്കണം. ഓക്കെ, ആ ഒരു പഠനമാണ് നമുക്ക് ഈ പറയുന്ന ബയോളജി അല്ലെങ്കിൽ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കവറപ്പ് ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്നത്. PYQs ബേസ് ചെയ്ത് പഠിക്കണം. ഓക്കെ അല്ലേ? സോ ഡ്രൈവർ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം അതും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ പഠിച്ചു തുടങ്ങുക. കാരണം നിരവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് CCയുടെ ഏറ്റവും പുതിയ ഡ്രൈവർ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിന്റെ ഡീറ്റെയിൽസിനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക? താഴേക്കാണോ നമ്പർ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സെക്ഷനുമായിട്ട് ഇതിന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.